കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഒരു മെന്റാലിറ്റിയിൽ ഉണ്ടായ ഒരു ചേഞ്ച് അതെന്തായാലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഈ സീസണിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നില്ല. ചില താരങ്ങൾ പൊരുതാൻ ഉറച്ച് തന്നെ രംഗത്ത് വരുമായിരുന്നു. പക്ഷെ മറ്റു താരങ്ങളുടെ ഭാഗത്ത് വിപരീതമായുള്ള ഒരു മനോഭാവമായിരുന്നു. ഒരു തണുത്ത കുഴപ്പിയ ഒരു കളിയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു ചേഞ്ച് ടീമിൽ ഒന്നടങ്കം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. എന്താണോ റിസൾട്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ഇനി മുന്നോട്ടുള്ള ലക്ഷ്യം, അതിനനുസരിച്ച് ടീമിന്റെ ഒരു മനോഭാവം മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ 3 മത്സരങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പഞ്ചാബിനെതിരെ ഒരു എവേ മത്സരത്തിൽ 9 പേരുമേ കളിക്കേണ്ടി വരുന്നു. എന്നിട്ടും ആ ഒരു 1-0 ലീഡ് നിലനിർത്തി വിജയം നേടാൻ സാധിക്കുന്നു. അതൊരു ഡോർ ഡൈ മത്സരമായിരുന്നു. പിന്നീട് അടുത്ത മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ 2-1 ലീഡ് നേടി മത്സരം വിജയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ സമനില വഴങ്ങുന്നു. അതും ഒരു മിസ്റ്റേക്കിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ അതിനുശേഷം അവിടെ പതറാതെ തിരിച്ചു പോരാടുന്നു. വീണ്ടും ഒരു ഗോൾ സ്റ്റോപ്പേജ് ടൈമിന്റെ അവസാനം നേടുന്നു. ഒരു ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിലാണ് നോർത്ത് ഈസ്റ്റിനെതിരെ ഏതാണ്ട് 70 മിനിറ്റോളം 10 പേരുമായി കളിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സമനില നേടിയിരിക്കുന്നത്. ഒരു ഗോൾ രഹിത സമനില ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു വിജയത്തിന്റെ മാധുര്യം നൽകുന്ന ഒരു സമനില തന്നെയാണ്. കാരണം ടീം ഒന്നടക്കം ഒരേ സ്വരത്തിൽ പൊരുതി. അതിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള ആ ഒരു സമനില. കാരണം നോർത്ത് ഈസ്റ്റിന്റെ അറ്റാക്കിംഗ് നിര എന്ന് പറഞ്ഞാൽ അത്രയും ഡെഡ്ലിയാണ്. പ്രത്യേകിച്ച് അജാറെ ഇപ്പൊ 15 ഗോളുകളൊക്കെ നേടി ഈ ലീഗിലെ ടോപ്പ് സ്കോറാണ് സീസണിലെ. അതുകൂടാതെ ജിതിനാണെങ്കിലും വളരെ ഡെഡ്ലി ആയുള്ള പ്ലെയറാണ്. അപ്പൊ ഇവരുടെ കോമ്പിനേഷൻ ബ്ലാസ്റ്റേഴ്സിന് നല്ല തലവേദന ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് 30-ാം മിനിറ്റിൽ ഒരു റെഡ് കാർഡ് വാങ്ങി ഐബൻ പോകുന്ന അവരുടെ മൈൻഡ് ഗെയിമിൽ വീഴുന്നു. ശരിയാണ്, ഹെഡ് ബട്ടാണ്, എന്തായാലും റെഡ് കാർഡ് കിട്ടും. ഓർക്കാപ്പുറത്ത് റെഡ് കാർഡ് വാങ്ങി ഐബൻ പുറത്തു പോകുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ടാക്ടിക്സ് ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അതുവരെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു വരികയാണ്. അറ്റാക്കിംഗ് ഒക്കെ ഇങ്ങനെ തുടങ്ങി ഒരു ഫ്രീ ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനിലാണ് ഐബൻ ആ ഒരു അബദ്ധം ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് 70 മിനിറ്റോളം മറ്റൊരു ടാക്ടിക്സിൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വന്നു. കാരണം ഫുൾ അറ്റാക്കിലേക്ക് പോകാൻ പറ്റില്ല. ഡിഫൻസ് ശക്തമാക്കിയില്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മത്സരം വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ അതിനനുസരിച്ച് ടീമിന്റെ ആ ഒരു ഘടന മാറ്റി എല്ലാവരും അതിനനുസരിച്ച് പ്രതികരിച്ചു എന്നുള്ളതാണ്. കൗണ്ടർ അറ്റാക്കുകൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ക്യാപ്റ്റൻ ലൂണയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓവറോൾ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും ഡിഫൻസിനെ വളരെ അധികം സഹായിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പെപ്ര ഒരുപാട് ക്ലിയറൻസസും ബ്ലോക്കുകളും ഒക്കെ ചെയ്ത് ടീമിനൊപ്പം ഉറച്ചു നിന്നു. പിന്നെ കോറു സിംഗിന്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. കാരണം കോറു സിംഗ് തുടക്കത്തിൽ നോഹയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അറ്റാക്കിങ്ങിൽ ത്രൂ ബോൾസ് ഒക്കെ നൽകിയിരുന്നു. അപ്പൊ അതിനുശേഷം അവസാനം സാഹചര്യത്തിനനുസരിച്ച് കോറു മാറി. കോറു ഫുൾ ഡിഫൻസിലേക്ക് ഒതുങ്ങി. പലപ്പോഴും അദ്ദേഹം ഒരു റൈറ്റ് ബാക്കിന്റെ റോള് ചെയ്തോന്ന് നമ്മൾ സംശയിച്ചു. ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു കോറു സിംഗിന്റെ ഭാഗത്തുനിന്ന്. കളിയിലെ താരവുമായി കോറു സിംഗിനെ തെരഞ്ഞെടുത്തു എന്നുള്ള മറ്റൊരു വസ്തുത. അപ്പൊ ഇതൊക്കെ ഒരു ചേഞ്ച് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത്. പിന്നെ ഇന്നലെ ഡിഫൻസിന്റെ ഒരു പെർഫോമൻസും ആകത്തുക നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. സച്ചിൻ സുരേഷ് മികച്ച സേവുകളൊക്കെ നടത്തി. 4 സേവുകൾ സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ അജാറയുടെ 2 തകർപ്പൻ ഷോട്ടുകളാണ് സച്ചിൻ സേവ് ചെയ്ത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പൂർണ്ണമായി അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഒന്നും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഒരു ക്ലീൻ ഷീറ്റ് നേടാൻ സാധിച്ചു എന്നുള്ളത് സച്ചിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ്. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട പ്ലെയറാണ്. നമ്മൾ ഉൾപ്പെടെ എല്ലാവരും വിമർശിച്ചൊരു പ്ലെയറാണ്. പക്ഷെ സച്ചിൻ ഇന്നലെ അവസരത്തിൽ നിന്ന് ഉയർന്നു. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ചില ധാരണക്കുറവൊക്കെ കണ്ടിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ആകത്തുക നോക്കുമ്പോൾ സച്ചിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പോരാട്ട വീര്യം നമുക്ക് കാണാൻ സാധിച്ചു. പതറിയില്ല എന്നുള്ളതാണ്. പിന്നെ മിലോസ് ഒരു സെന്റർ ബാക്കാണ്. നമ്മൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു മിലോസിൽ. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഫോറിൻ സെന്റർ ബാക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മിലോസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിനെതിരെ നല്ല പെർഫോമൻസ് ആണ്, ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് ആണ് മിലോസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശരിക്കും അജാറെ എന്ന് പറയുന്ന അവരുടെ ഗോൾ മെഷീനെ കൂട്ടാൻ മിലോസിന് സാധിച്ചു. അതിനൊപ്പം തന്നെ ടൈംലി ആയുള്ള ഇന്റർവെൻഷൻസ് ഉണ്ടായിരുന്നു, ക്ലിയറൻസസ് ഉണ്ടായിരുന്നു, ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ഒരു ടവറിംഗ് ഫിഗർ ആയിട്ട് മിലോസ് അവിടെ നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഓർമ്മിപ്പം ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. സന്ദീപിന്റെ ഭാഗത്ത് നിന്ന് പോലും നല്ല പെർഫോമൻസ് ഉണ്ടായി. സന്ദീപ് ശരിക്കും നമുക്കറിയാം, സന്ദീപ് വന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്കുകളെ വരുള്ളൂ. പക്ഷെ സന്ദീപ് നോർത്ത് ഈസ്റ്റിനെതിരെ നന്നായിട്ട് കളിച്ചു എന്നുള്ളത്. അപ്പൊ ടീമിന്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ശരിയാണ്, ഈ മത്സരം വിജയിക്കേണ്ടതായിരുന്നു. 3 പോയിന്റ് നേടേണ്ടതായിരുന്നു. പ്ലേ ഓഫ് എന്നുള്ളൊരു സ്വപ്നം മുന്നിൽ നിൽക്കി. ഇനിയുള്ള മത്സരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് നിർണായകമാണ്. പക്ഷെ സാഹചര്യം അങ്ങനെയായി. അപ്പം ഐബാന്റെ ആ ഒരു ഡിസിപ്ലിനറി ഇഷ്യൂസ് ഇപ്പം ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം ആ ഒരു മൈൻഡ് ഗെയിമിൽ ബ്ലാസ്റ്റേഴ്സ് വീണു, ഐബൻ വീണു എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് വീണില്ല, ഐബൻ വീണു എന്നുള്ളതാണ്. പിന്നെ അത് മത്സരമാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ലോകോത്തര താരങ്ങൾക്ക് സിദാനൊക്കെ സംഭവിച്ചത് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടാവും. അപ്പം അതിനെ നമുക്ക് ഇനിയിപ്പം മാറ്റിയെടുക്കുക എന്നല്ലാതെ ഇപ്പം ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം പിന്നെ സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ ടീമിന് സാധിച്ചു. ഐബാന്റെ ആ ഒരു വീഴ്ചയിൽ നിന്ന്
ഉയരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത്. നോഹ മാക്സിമം ട്രൈ ചെയ്തു, കുറെ ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ലക്ക് ഫാക്ടറും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു. അതും ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. കാരണം നോർത്ത് ഈസ്റ്റിന്റെ ചില ഉറപ്പിച്ച ഷോട്ടുകളൊക്കെ, 1-2 ഷോട്ടുകളൊക്കെ പോസ്റ്റ് തട്ടി ഗോളാകാതെ പോവുകയാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നു. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് മാറിയിട്ടുണ്ട്. പുരുഷോത്തമന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ടീമായിട്ട് കളിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ആറ്റിറ്റ്യൂഡ് വൈസ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒരു മെന്റാലിറ്റി ഉണ്ട്. അവസാന നിമിഷം വരെ ഞങ്ങൾ പൊരുതും, വിട്ടുകൊടുക്കില്ല. എന്താണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതിനുവേണ്ടി 100% ഡിവോട്ട് ചെയ്യുന്നുള്ളൊരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ ഇനിയും വലിയ പോരാട്ടങ്ങളാണ് വരുന്നത്. ഇനിയിപ്പം അടുത്ത മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ്, എവേ മത്സരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെന്നൈയിൻ, ഈ മത്സരത്തിൽ തന്നെ ചെന്നൈയിനെ നേരിടണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ ടോട്ടലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്കൊരു ഫുൾ മാർക്ക് തന്നെ കൊടുക്കണം. കാരണം സാഹചര്യത്തിനനുസരിച്ച് അവർ ചേഞ്ച് ചെയ്ത് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതിലൊരു മറ്റൊരു വാർത്ത പറയാനുള്ളത്, ഇപ്പം പ്രീതം കോട്ടാൽ പോകുന്നു എന്നുള്ളതാണ്. പോകുകയല്ല, അദ്ദേഹം പോയി കഴിഞ്ഞു. ചെന്നൈ FC-യിൽ അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും പ്രീതത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സീസണിലൊക്കെ നല്ല പെർഫോമൻസ് പ്രീതം കാഴ്ചവെച്ചിരുന്നു. പിന്നെ അതങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ബ്ലാസ്റ്റേഴ്സിന് ചില സന്ദർഭങ്ങളൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും എന്താ പറയുക, അങ്ങനെയൊന്നും വിലയിരുത്താൻ സാധിക്കില്ല. പിന്നെ വികാസ് യുമ്നം വരുന്നു എന്നാണ് കേൾക്കുന്നത്. വികാസ് യുമ്നം നെക്സ്റ്റ് സീസണിൽ വരുമെന്നായിരുന്നു കേട്ടിരുന്നത്. പക്ഷെ ഇപ്പം വികാസ് യുമ്നം വരുന്നു. കാരണം ചെന്നൈയിന്റെ പ്ലെയർ ആണ് വികാസ് യുമ്നം. അപ്പൊ യുമ്നം ഇങ്ങോട്ട് വരുന്നു, പ്രീതം പോയി കഴിഞ്ഞു. അപ്പൊ അതാണ് ഇപ്പം പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. വികാസ് യുമ്നം നല്ലൊരു ഡിഫൻഡർ ആണ്. 21 വയസ്സ് മാത്രമേ ഉള്ളൂ. 30-ലധികം മത്സരങ്ങൾ ഇപ്പം ചെന്നൈയിന് വേണ്ടി അദ്ദേഹം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്. 2023-ലാണ് ചെന്നൈയിൽ എത്തുന്നത്. സെന്റർ ബാക്ക് ആണ്. പിന്നെ ചെറുപ്പക്കാരനായ ഒരു പ്ലെയർ ആണ്. അപ്പൊ അതിൻ്റെതായുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പൊ നല്ലൊരു കോച്ചിന് കീഴിൽ വരുമ്പോൾ മികച്ച രീതിയിലുള്ള റിസൾട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോട്ടൽ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക.